Good morning, students. Welcome back to chemistry class. Today we are going to discuss pure substances and mixtures. We know that each of the substances that we use in our daily life are made up of tiny particles. Depending on their nature, substances can be classified into two, that is, pure substances and mixtures. For example, molecules of water, common salt, and gold have their own unique properties. Materials made up of particles of identical nature are called pure substances. ഒരേ നേച്ചറുള്ള എന്ന് വെച്ചാൽ സെയിം നേച്ചറുള്ള പാർട്ടിക്കിൾസ് കൊണ്ടുള്ള മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പ്യുവർ സബ്സ്റ്റൻസസ്. ദെൻ in saline water, both particles with the properties of salt and water are present. The substances made up of particles of different nature are called mixtures. Saline water means salt solution. അപ്പോൾ സോൾട്ട് സൊല്യൂഷനിൽ ആരുടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്? സോൾട്ടിൻ്റെ പാർട്ടിക്കിൾസും ഉണ്ട്, വാട്ടറിൻ്റെ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഉള്ള സബ്സ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് മിക്സേഴ്സ്. ദെൻ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് എ ടേബിൾ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ടേബിൾ 3.4. സം എക്സാമ്പിൾസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സേഴ്സ് ആർ ഗിവൺ. ക്ലാസിഫൈ ദീസ് സബ്സ്റ്റൻസസ് ഇൻറ്റു പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സേഴ്സ് ആൻഡ് ടാബുലേറ്റ് ഓൺ ദ ടേബിൾ. Gold, soda water, soil, water, ice, water vapor, sugar, common salt, carbon dioxide, sugar solution and salt solution are given here. First of all, you have to classify pure substances, then mixtures. Among these, which are the pure substances? That is, gold is a pure substance, that is given here. Another pure substance is ice. Another one, water vapor. Next one, sugar. Next one, common salt. Another one, water. Then mixtures. Examples for mixtures are soda water is given here. Another one, soil. Then carbon dioxide. Next one, sugar solution, and the next is salt solution. You can expand the table by including more substances that we use in our daily life. ഇപ്പം നമ്മൾ കുറേ എക്സാമ്പിൾസ് വെച്ച് ടേബിൾ കംപ്ലീറ്റ് ചെയ്തു. തന്നിരിക്കുന്നതിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് മീൻസ് വി ക്യാൻ സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സർ? ഹൗ വിൽ യു സെപ്പറേറ്റ് ദ കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ എ മിക്സർ? മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസസ് ഫൗണ്ട് ഇൻ നേച്ചർ ആർ മിക്സ്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, സോയിൽ, സീ വാട്ടർ, rock powder, sand, river water and air. All these are mixtures. Think about their components. In daily life, we have occasions when components of mixtures are to be separated. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ സിറ്റുവേഷൻസ് ഉണ്ട് മിക്സറിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്. അപ്പം look at few instances where components of mixtures are to be separated. List out more of such instances. Some of them are given below. Separating husk from paddy എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിൽ നിന്നും നമ്മൾ പതിര് വേർതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വീട്ടിലൊക്കെ പിന്നെ നെല്ലുള്ളവർക്ക് അത് പതിര് കളയാനായിട്ട് നമ്മളതിനെ ഫാൻ ഉപയോഗിച്ച്
വീശി അത് കളയാറുണ്ട്. ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൽ നിന്നും പതിര് സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. സെപ്പറേറ്റിംഗ് ടീ ഡ്രഗ് ഫ്രം ടീ. അനദർ വൺ, സെപ്പറേറ്റിംഗ് കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ. ഇതുപോലെ വേറെ നമ്മുടെ പല എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് നിങ്ങൾക്ക് വിപുലീകരിക്കാവുന്നതാണ്. അപ്പോൾ അയൺ പൗഡർ ഫ്രം എ മിക്സർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. ഇപ്പോൾ നമ്മൾ അലുമിനിയം പൗഡറിൻ്റെയും അയൺ പൗഡറിൻ്റെയും ഒരു മിക്സർ എടുത്തേക്കുവാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, അതെന്ന് പറയുന്നൊരു മിക്സറാണ്, അതിലെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് വേണേൽ പരിഗണിക്കാം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ എബവ്. ദാറ്റ് ഈസ് ടേബിൾ 3.5. That is occasion or separation. Next column, method of separation. Next column, property used for separation. Different situations ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, tea drug from tea. Method of separation is given here. That is filtration. നമ്മുടെ വീട്ടിലൊക്കെ ചായ ഇരിക്കുമ്പം നമ്മൾ ചെയ്യുന്നത് മാർഗമാണിത്, ഫിൽട്രേഷൻ. Property used for separation is difference in the size of particles. പാർട്ടിക്കിൾ സൈസിൽ ഡിഫറൻസ് ഉള്ളപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഫിൽട്രേഷൻ. നെക്സ്റ്റ് വൺ, കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ. ദാറ്റ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വിൽ ബി ഇവാപ്പറേഷൻ. ദാറ്റ് ഈസ് വാട്ടർ ഈസിലി ഇവാപ്പറേറ്റ്സ്. പ്രോപ്പർട്ടി ഏതാണ്? വാട്ടർ ഈസിലി ഇവാപ്പറേറ്റ്സ്. അപ്പോൾ സോൾട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ, ചഫ് ഫ്രം പാടി. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത്. മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വിൽ ബി വിനോവിങ്. പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഈസ് ഡിഫറൻസ് ഇൻ വെയ്റ്റ്. അപ്പം വെയ്റ്റ് കൂടുതലുള്ളതും പതിരെന്ന് പറയുമ്പോൾ അതിന് വെയ്റ്റ് കുറവാണ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വിനോവിങ്. നെക്സ്റ്റ് വൺ ഈസ് അയൺ പൗഡർ ഫ്രം എ മിക്സർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ. അയൺ പൗഡറിൻ്റെയും അലുമിനിയം പൗഡറിൻ്റെയും മിക്സറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അതേത് മെത്തേഡായിരിക്കും? മാഗ്നറ്റിക് separation. That is, one of the component of the mixer has magnetic property. So we can use the method magnetic separation. That what property used here? Magnetic property of iron. Therefore we can arrive at the conclusion that the choice of the method of separation of a component depends on the properties of the components of a mixer. ഒരു മിക്സറിലെ കമ്പോണ്ടൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഏത് മെത്തേഡ് വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്സേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണും. നമ്മൾ പറഞ്ഞു കോമൺ സോൾട്ടിൽ നിന്ന് സീ വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവാപ്പറേഷൻ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈസ് ദിസ് മെത്തേഡ് ഈസ് സഫിഷ്യൻറ്റ് ഇഫ് വാട്ടർ ഈസ് ഓൾസോ ടു ബി ഒബ്റ്റൈൻഡ് ത്രൂ സെപ്പറേഷൻ? ഇൻ ദാറ്റ് കേസ് വി ക്യാൻ യൂസ് ഡിസ്റ്റിലേഷൻ. ദെൻ what do you mean by distillation? In your textbook a figure is given here. In this figure a stand is given. In that stand a distillation flask. ആ ഫിഗർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ചെയ്താൽ കാണാൻ പറ്റും. ഒരു റൗണ്ട് ബോട്ടം ഷേപ്പിലുള്ള ഒരു ഫ്ലാസ്ക് ഉണ്ട്. ആ ഫ്ലാസ്കിലാണ് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. ഇനി വാട്ടർ പുറത്തേക്ക് പോകാനും അതുപോലെ വാട്ടർ അകത്തേക്ക് കടത്തിവിടാനുമായിട്ട് രണ്ട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ
പ്യുവർ വാട്ടർ കളക്ട് ചെയ്യാനായിട്ട് റൗണ്ട് ബോട്ടം ഷേപ്പിലുള്ള വേറൊരു ഗ്ലാസ് ജാറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാകും. കോമൺ സോൾട്ട് സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ ദ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക്. ആദ്യത്തെ റൗണ്ട് ബോട്ടം ഷേപ്പിലുള്ള ഫ്ലാസ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? സോൾട്ട് സൊല്യൂഷൻ. ഓൺ ഹീറ്റിംഗ് ദിസ് സൊല്യൂഷൻ, അതിനുശേഷം നമ്മൾ ആ സോൾട്ട് സൊല്യൂഷനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. വിച്ച് കമ്പോണൻറ്റ് ഇവാപ്പറേറ്റ്സ് ഹിയർ? Which component evaporates? That is water. Which substance will remain in the flask? Salt will remain in the flask. What is the reason? What may be the reason? Because salt is not volatile. Water is volatile. Volatile means വേഗന്ന് വേപ്പറൈസ് ചെയ്യുന്നത്. What happens to the water vapor when it passes through the condenser? That when the salt solution is heated, the water vaporizes. What happens to the water vapor when it passes through the condenser? What happens? Water vapor becomes water. ഇപ്പം കണ്ടൻസറിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ആ വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് അതെന്തായിട്ട് മാറുന്നു? വാട്ടറായിട്ട് മാറുന്നു. അപ്പോൾ ഈ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റിലേഷൻ. Therefore, we can arrive at the conclusion that when one component of the mixture is volatile and the others do not vaporize under the same condition, they can be separated by distillation. അപ്പം ഡിസ്റ്റിലേഷൻ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന മിക്സറിലെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് വോളറ്റൈൽ ആകുമ്പോഴാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. അതർ വൺ എന്തുമായിരിക്കണം? വേഗം വേപ്പറൈസ് ചെയ്യാനും പാടില്ല സെയിം കണ്ടീഷനിൽ. ഇൻ ദാറ്റ് കേസ് we can use distillation. An example for distillation is given here. Distillation can be used to separate a mixture of water and acetone. അപ്പോൾ വാട്ടറിൻ്റെയും അസറ്റോണിൻ്റെയും മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. ഇവിടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നിങ്ങൾക്കറിയാം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അസറ്റോണിൻ്റെ എത്രയാണ്? 56 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അപ്പം നമ്മൾ ഈ രണ്ട് എണ്ണം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേഗം ഏത് വേപ്പറൈസ് ചെയ്യും? അസറ്റോൺ വേഗം വേപ്പറൈസ് ചെയ്യും. അപ്പോൾ നമ്മൾക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യാം. ഓർഡിനറി വാട്ടർ കണ്ടെയ്ൻസ് many minerals dissolved in it. The distilled water used for injection and in storage battery is produced by separating these minerals through distillation. Next topic is fractional distillation. If the boiling points of components have very small differences, fractional distillation can be used to separate them. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മിക്സറിലെ കമ്പോണൻസ് തമ്മിൽ ബോയിലിംഗ് പോയിന്റിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫോർ എക്സാമ്പിൾ, എത്തനോൾ ആൻഡ് മെത്തനോൾ, ദാറ്റ് ഈസ് എത്തനോൾ ഹാവിംഗ് ബോയിലിംഗ് പോയിന്റ് 78 degree centigrade, while methanol having boiling point 65 degree centigrade. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ വലിയ വ്യത്യാസമില്ല. അങ്ങനെയുള്ള കേസിൽ ദീസ് ടു ഇമ്മിസിബിൾ ലിക്വിഡ്സ്
are separated by using fractional distillation. That is, in fractional distillation, the arrangement is given here. A fractionating column is there. Through that fractionating column, distillation takes place, and the mixtures are separated and we are collected. Another round water flask is here. In that round water flask, one of the component is collected. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ distillation. When vapors of the mixtures pass through the fractionating column, repeated liquefaction and vaporization takes place. Subsequently, the vapors of low boiling methanol enter the condenser from the fractionating column. That is, condenses to liquid and get collected in the round bottomed flask first. Similarly, ethanol with a higher boiling point can be collected later in another round bottomed flask. അപ്പം ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ള മെത്തനോള് ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനെ കണ്ടൻസ് ചെയ്ത് നമ്മൾ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ 78 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമ്പോഴേ ആര് ബോയിൽ ചെയ്യുള്ളൂ? എത്തനോള് ബോയിൽ ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ബോയിൽ ചെയ്ത് വരുന്ന എത്തനോളിനെ കണ്ടൻസ് ചെയ്ത് കൂള് ചെയ്ത് നമ്മൾ വേറൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് കമ്പോണൻസിനെയും എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡിസ്റ്റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ കാര്യമായ വ്യത്യാസം വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ വാട്ടറും അസറ്റോണും അതിൻ്റെ രണ്ടിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് വാട്ടറിൻ്റെ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡും അസറ്റോണിൻ്റെ 56 ഡിഗ്രി സെൻറ്റിഗ്രേഡുമായിരുന്നു. അപ്പോൾ ലാർജ് ഡിഫറൻസ് ഉണ്ട് ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ. ആ കേസിലാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത് കമ്പോണൻസിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള കേസിലാണ്, സ്മോൾ ഡിഫറൻസ് വരുന്ന കേസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.